പാവപ്പെട്ടന്റെ ഉപദേശം മാത്രമാണ് മോട്ടിവേഷൻ. മോട്ടിവേഷൻ വെറും ഒരു സ്കാമാണ്. മോട്ടിവേഷൻ കൊണ്ട് ഇവിടെ ആരും നന്നാവാറില്ല, നന്നായിട്ടുമില്ല. നിങ്ങൾ വിജയിച്ചവരുടെ അടുത്ത് നോക്കൂ, അവര് മോട്ടിവേഷൻ പറയുകയും ഇല്ല. ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ സ്കാം എന്താണെന്ന് അറിയോ? പാഷന്റെ പുറകെ പോകുന്നത് ഏറ്റവും വലിയ തട്ടിപ്പാണ്. അങ്ങനെ പാഷന്റെ പുറകെ പോയിട്ട് ഒരു കാര്യമില്ല. ഇത് കേൾക്കാൻ വളരെ സിനിമാറ്റിക് ആണ്. നിങ്ങൾക്ക് പാട്ട് പാടാനായിരിക്കും ഇഷ്ടം എന്നും പറഞ്ഞിട്ട് ഞാൻ ജോലി രാജിവെച്ചിട്ട് പാട്ട് പാടാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആ പാട്ട് പാടുന്നതിലൂടെ നിങ്ങൾക്ക് പൈസ വരുന്നുണ്ടെങ്കിൽ ഓക്കെ. കാരണം വിശക്കുന്ന വയറായിട്ട് നിങ്ങൾ പാഷന്റെ പുറകെ പോയാണ്ടല്ലോ നിങ്ങൾ പൊട്ടിപ്പോകുന്നല്ലാണ്ട് വേറൊന്നും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ വിജയിച്ചവരുടെ അടുത്ത് ചോദിക്കൂ, അവര് മോട്ടിവേഷൻ പറയില്ല, അവര് സ്ട്രാറ്റജിയെ പറയാറുള്ളൂ, എങ്ങനെ വിജയിച്ചു എന്നുള്ളത്. അത് മോട്ടിവേഷൻ അല്ല, അത് ബുദ്ധിയാണ്. അതുകൊണ്ട് നേർവഴി സ്വീകരിക്കുക എന്നൊന്നില്ല. നിങ്ങൾക്ക് വിജയിക്കാൻ ഏത് വഴിയും സ്വീകരിക്കാം. ഇപ്പൊ എക്സാമിന് നിങ്ങൾ കോപ്പി അടിച്ചാലും പഠിച്ചാലും എക്സാം പേപ്പർ നോക്കണ ആൾക്ക് അതിൽ ഉത്തരമുണ്ടോ എന്നേ നോക്കുള്ളൂ. ഇവൻ കോപ്പി അടിച്ചാണോ പഠിച്ചതാണോ എന്നൊന്നും അയാൾക്ക് അറിയില്ല. എങ്ങനെയായാലും ജയിക്കണം എന്ന് മാത്രം മനസ്സിൽ വിചാരിക്കുക. ആട് തോമ സത്യസന്ധനായിരുന്നു, പക്ഷെ അവന്റെ സത്യസന്ധത ആരും കണ്ടില്ല. ഫലം മാത്രമേ എല്ലാവരും കണ്ടുള്ളൂ. സത്യസന്ധത ഉണ്ടെങ്കിലേ ചിലപ്പോൾ സ്നേഹം ഉണ്ടാവുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങളുടെ അച്ഛനും അമ്മയും മാത്രമായിരിക്കും. അതുകൊണ്ടൊന്നും നിങ്ങൾ ഒരിക്കലും വളരില്ല. നിങ്ങൾക്ക് മത്സരാർത്ഥികൾ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ വളരുള്ളൂ. നമ്മുടെയൊക്കെ ജീവിതം മാറാൻ ശരിക്കും പറഞ്ഞാൽ ഒരു സെക്കൻഡ് മതി എന്ന് പറയാറുണ്ട്. അങ്ങനെയല്ല, പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ ഒരുപാട് വർഷങ്ങളും വേണ്ട ജീവിതം മാറാൻ. ഒരു വർഷം മതി, വെറും ഒരു വർഷം മാത്രം മതി. പക്ഷെ ആ ഒരു വർഷം നീ പണിയെടുക്കണം. മറ്റുള്ളവരെ ആസ്വദിക്കുകയാണെങ്കിൽ നീ ആ ഒരു വർഷം അതിനു വേണ്ടിയിട്ട് തന്നെ പണിയെടുക്കണം. അതിൽ വർഷങ്ങൾ നീണ്ടു പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കഴിവുകേടാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതിൽ സ്ഥിരത നിങ്ങൾക്ക് ഇല്ല എന്ന് വേണം നിങ്ങൾ വിചാരിക്കാൻ. കാരണം 2 തവണ തോറ്റു പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കുറച്ചു ദിവസം മിണ്ടാണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല. വീണ്ടും പരിശ്രമിച്ചും കൊണ്ടേയിരിക്കുക. ഇതൊരു മോട്ടിവേഷൻ അല്ല. പരിശ്രമിക്കുക എന്നുള്ളത് അത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും വിജയിക്കാനാണ് ആഗ്രഹം. മിക്കവരും പരാജയപ്പെട്ടവരാണ്. ഞാനും പരാജയപ്പെടാറുണ്ട്, പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എപ്പോഴും വിജയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. നമ്മൾ ചെയ്യാത്ത ഒരു കാര്യമുണ്ട്, നമ്മൾ വിജയിക്കാൻ വേണ്ടിയിട്ട് വില അങ്ങനെ കൊടുക്കാറില്ല. പക്ഷെ വിജയിക്കാൻ നമ്മൾ വില കൊടുത്തേ പറ്റുള്ളൂ. അൾട്ടിമേറ്റ്ലി നമുക്ക് വിജയമാണ് വേണ്ടത്. CM ജോസഫ് വിജയ്, അദ്ദേഹത്തിന് CM ആവാൻ വേണ്ടിയിട്ട് ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് ആയ പ്രശാന്ത് കിഷോറിന് 900 കോടി രൂപയാണ് കൊടുത്തിരിക്കുന്നത്. അത് വിജയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അങ്ങനെ നിങ്ങൾക്കും വിജയം വേണമെങ്കിൽ നിങ്ങളും വില കൊടുക്കണം. അവിടെ വിജയിക്ക് പേടിയില്ലാഞ്ഞിട്ടൊന്നുമല്ല, കുറെ പൈസ ഉണ്ട്, അങ്ങനെയല്ല. പക്ഷെ പൈസ തരുന്ന ഒരു കോൺഫിഡൻസ് അത് വേറൊരു ലെവല് തന്നെയാണ്.